ആരാണ് വലിയവൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ തർക്കിക്കുക. അന്നത്തെ തർക്കം ഇന്നുമുണ്ട്. നമ്മുടെ ഇടയിൽ പല രീതിയിലും പല തരത്തിലും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വലിയ വായിൽ ഞാനാണ് ഇവിടുത്തെ വലിയവൻ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കലായിരിക്കും. പക്ഷെ നമ്മൾ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ചില നിർബന്ധ ബുദ്ധികൾ ഉണ്ടാക്കുമ്പോഴും ചില വഴക്കുകൾ ഉണ്ടാക്കുമ്പോഴും അതൊക്കെ ഞാനാണ് ഇവിടുത്തെ അധികാരി, ഞാനാണ് ഇവിടുത്തെ ഒന്നാമൻ, വലിയവൻ എന്ന നമ്മുടെ ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും ഒക്കെ. അപ്പൊ നമ്മൾ വലിയവരാകാൻ വേണ്ടി പരിശ്രമിക്കുന്ന വഴികൾ പല രീതിയിലുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വഴിയും ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ നുണയാവും. ഞാൻ എന്റേതായ സാഹചര്യങ്ങളിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ വലിയവനാവാൻ, ഒന്നാമനായിട്ട് അങ്ങ് നിൽക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കണം. നമ്മളായിരിക്കുന്ന രീതിയിൽ പല തരത്തിലാണ് നമ്മളത് പരിശ്രമിക്കുന്നത്. ചിലർ വഴക്കുണ്ടാക്കി പരിശ്രമിക്കും, ചിലർ കരഞ്ഞു വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കും, ചിലർ അവരുടെ മനോഭാവങ്ങളിലൂടെ അവരുടെ പെരുമാറ്റങ്ങളിലൂടെ അവരതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 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 പല വഴികളുണ്ട്. ഞാനാണോ ഇവിടുത്തെ ഒന്നാമൻ എന്ന് എനിക്ക് എന്റെ സമൂഹത്തിൽ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ നമ്മൾ പല സൈസിലുള്ള വഴികൾ എടുക്കുന്നുണ്ട്, പല തലത്തിലുള്ള. അതൊന്ന് തിരിച്ചറിയാൻ ഈശോ നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.